Hi friends, welcome to Pratap Tech. In the Realme X phone camera review. Camera already നമുക്കറിയാം Sony IMX586 എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സെൻസറാണ് ഈ ഒരു ഫോണിലുള്ളത്. f1.7 ആപ്പർച്ചറിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 5 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ ഉണ്ട്. f2.4 ആപ്പർച്ചറിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ പോപ്പ് സംവിധാനത്തിലാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് f2.0 ആപ്പർച്ചറും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ 4K നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്യാം. ഫുൾ HD ആണെങ്കിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാം. സ്ലോ മോഷൻ 960 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്ന ആ ഗിമിക് ഫീച്ചർ ഇതിനകത്തും വരുന്നുണ്ട്. പിന്നെ HD-യിലാണെങ്കിൽ 240 ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും സ്ലോ മോഷൻ. അതേപോലെ തന്നെ ഫുൾ HD-യിൽ 120 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള സ്ലോ മോഷനും റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ബാക്കി ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാവുന്ന നൈറ്റ് സ്കേപ്പ് അതുപോലുള്ള പ്രോ മോഡ് എല്ലാ മോഡുകളുണ്ട്. 48 മെഗാ പിക്സലിൻ്റെ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാതരം ഫീച്ചേഴ്സും ക്രോമ ബൂസ്റ്റ് പോലുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കളർ വൈസിൻ്റെ ആ സാധാരണ കണ്ടുവരുന്ന ക്യാമറ ഫീച്ചറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. നമുക്ക് നേരെ സാമ്പിളുകളിലേക്ക് തന്നെ കിടക്കാം. ആദ്യം തന്നെ 12 മെഗാ പിക്സൽ ലെഫ്റ്റ് സൈഡിൽ 12 മെഗാ പിക്സലും റൈറ്റ് സൈഡിൽ 48 മെഗാ പിക്സലിൻ്റെയും ഇമേജുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് സാധാരണ ഇമേജുകളിലേക്ക് പോകാം. 12 മെഗാ പിക്സലിനും 48 മെഗാ പിക്സലിനും രണ്ടും ഇപ്പോൾ ഫുൾ റെസൊല്യൂഷനിലാണ് നിങ്ങൾ കാണുന്നത്. വലിയ ഇമേജാണ് 48 മെഗാ പിക്സൽ, അതുകൊണ്ടാണ് ചെറിയൊരു ഏരിയ മാത്രം കാണാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. എന്നാൽ 12 മെഗാ പിക്സലിനെ ഈ 48ൻ്റെ ആ ഒരു റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വലിയൊരു വ്യത്യാസം തോന്നുന്നില്ല. രണ്ടും ഒരുപോലെ ഷാർപ്നെസ്സും ഡീറ്റെയിൽസും ഉള്ള പോലെയാണ് തോന്നുന്നത്. ഒരു സ്ലൈറ്റ്ലി ബെറ്റർ നമുക്ക് 48 ആണെന്ന് കാണാം. എങ്കിലും ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് രണ്ടും ഒരുപോലെ ക്വാളിറ്റി ഉള്ള ഇമേജ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ 48 എടുത്ത് കുറേ സ്പേസ് കളയേണ്ട ആവശ്യമില്ല. 12 എടുത്താലും നോർമൽ ഫോട്ടോസ് എടുത്താലും നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വെറുതെ നമ്മൾ സ്പേസ് കളയുന്നത്? സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു 4 MB ആണ് നിങ്ങളൊരു സാധാരണ ഫോട്ടോസ് എടുക്കുമ്പോൾ വരുന്നെങ്കിൽ ഈ 48 ഉപയോഗിച്ചാൽ 15 MB വരെ വരുന്നുണ്ട്. ഈ ഒരു ഇമേജുകളുടെ സൈസ് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ലെവൽ അത്രയധികം ഇരട്ടി സ്പേസ് കളഞ്ഞാൽ അതിനുള്ളൊരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ടോ? ആ കാര്യമാണ് നിങ്ങളിവിടെ നോക്കി മനസ്സിലാക്കേണ്ടതും. അപ്പോൾ ക്യാമറയിൽ ഏത് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടതും ഇങ്ങനെ ഇത് നോക്കിക്കൊണ്ട് വേണം. മറ്റൊരു ഇമേജാണ്. ഇതിൻ്റെ ഒരു ചെറിയ പോയിന്റിലേക്ക് നമ്മൾ സൂം ചെയ്യാണ്. ആ വെള്ളത്തുള്ളികളൊക്കെ കിടക്കുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു ഭാഗവും നമുക്ക് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ 48ൻ്റെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഒരു വലിയ സൈസാണ്. അപ്പോൾ അത് എത്രത്തോളം വ്യത്യാസമുണ്ട്, നിങ്ങൾ 48 ഡിപ്പെൻഡ് ചെയ്യണോ 12 ഡിപ്പെൻഡ് ചെയ്യണോ, അത് നിങ്ങൾക്കിനി തീരുമാനിക്കാം. ഇനി നമുക്ക് സാധാരണ ഇമേജുകളിലേക്ക് വരാം. ഒരു നോർമൽ ഇമേജാണ്. ഇനി നമ്മളിതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഒരു 3-4 ഇമേജ് ഞാൻ സൂം ചെയ്ത് അതിൻ്റെ ഷാർപ്നെസ് ലെവൽ ഡീറ്റെയിൽസ് ലെവലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം തന്നെ വൈഡ് റേഞ്ചുകൾ ഒക്കെ ഒന്ന് പരിശോധിച്ചോളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് തന്നെയാണ്. നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മോർണിംഗ് ഒരു 7 o'clock ആണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നുള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിൽ നല്ല ഡീറ്റെയിൽസ് ലെവലിൽ നല്ല ക്വാളിറ്റിയിൽ ഇമേജുകൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്കാണ് സൂം ചെയ്യുന്നത്. സൂം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ സൈസ് എത്രയാണോ ആ സൈസിലാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ ഫോണിന് വേണ്ടി ഞാൻ സ്കെയിൽ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും അതിനുണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി, ഷാർപ്നെസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സാധാരണ ഇമേജുകളിലേക്ക് വരാം. നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു ഷാർപ്നെസ് ലെവലുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. ഇനി ചെടികളോ പൂക്കളോ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സാച്ചുറേഷൻ ഇത്തിരി കളർ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇമേജുകൾ ക്യാപ്ചർ ചെയ്യുന്നത്. എല്ലായ്പ്പോഴും സംഭവിക്കുന്നില്ലെങ്കിലും സീൻ റെക്കഗ്നിഷൻ ആണെന്ന് തോന്നുന്നു ഇത്രയധികം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സാച്ചുറേഷൻ കൂടുതൽ ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് അതൊരു ഇഷ്ടക്കേടായി തോന്നിയേക്കാം. എന്തായാലും ഇവിടെയൊക്കെ നമുക്ക് ചെറിയൊരു സാച്ചുറേഷൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് ആ കളറുകളൊന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നുമുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയും ഒക്കെ നല്ലോണം തന്നെയുണ്ട്. അതിലൊന്നും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. അപ്പോൾ മെയിൻ ക്യാമറ ഇത്തരത്തിലുള്ള നോർമലായ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മെയിൻ ക്യാമറയുണ്ട് നോർമൽ ഇമേജുകൾ എടുക്കാൻ വേണ്ടി. ക്ലോസപ്പ് ഷോട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട്. അവിടെയും യാതൊരു ഇഷ്യൂസും പറയത്തക്കതായ യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരാം. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇമേജ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിന് നമ്മൾ പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കയറി ഇറങ്ങി അങ്ങനെ മോശമായിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയൊക്കെ ഉള്ള മെയിൻ ക്യാമറ അത് ഹ്യൂമൻ സബ്ജക്റ്റിലായാലും മറ്റ് നോർമൽ ഫോട്ടോസിലായാലും ഒക്കെ നല്ല ക്വാളിറ്റി പ്രദാനം ചെയ്യുന്നുണ്ട്. സോ ടോട്ടലി മെയിൻ ക്യാമറയുടെ റിയർ ക്യാമറയുടെ ഡേ ലൈറ്റിലെ പെർഫോമൻസ് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇമേജുകളിൽ നിന്ന്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതെങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് വഴി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. ലോ ലൈറ്റിലെ
ഇമേജിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ഡാർക്കാണ്, അവിടെ ആ ബിൽഡിങ്ങിന് മാത്രമേ ആയിട്ടുള്ളൂ. ആ ഒരു സെക്ഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം. പക്ഷേ നോയ്സി ആണ് എങ്കിൽ പോലും വേണമെങ്കിൽ നമുക്ക് അതും എടുക്കാം. സോണി IMX586 അതിൻ്റെ ഒരു നിലവാരം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. തീരെ ലൈറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ആക്കേണ്ടത്. ഇത് കംപ്ലീറ്റ് ഡാർക്കാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് കുറവാണ്, പക്ഷേങ്കിലും ആ ഒരു ബിൽഡിങ്ങിൻ്റെ സെക്ഷനിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം നല്ല ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ബിൽഡിങ്ങിന് നമ്മൾ നൈറ്റ് സ്കേപ്പ് എന്ന് പറയുന്ന ഇവരുടെ നൈറ്റ് മോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലോ ലൈറ്റിൽ ബെറ്റർ ആയ ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ക്യാമറ എന്തായാലും തരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റും കണ്ടീഷണൽ ഇമേജാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ പോർട്രേറ്റ് മോഡ് കൊടുക്കുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലും ഈ ഒരു ക്യാമറ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ ഇമേജുകൾ എടുക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു. കാരണം ആ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഈ ഒരു ഇമേജ് നമുക്ക് തരുന്നുണ്ട്. ഇതിലേക്ക് വന്നാൽ ഒരു ഡേ ലൈറ്റ് സെൽഫിയാണ്. അത്യാവശ്യം നല്ലൊരു പോർട്രേറ്റ് ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. സാച്ചുറേഷൻ ലെവൽ ഇത്തിരി കുറഞ്ഞു പോയോ എന്ന് മാത്രമേ സംശയമുള്ളൂ. നല്ലൊരു ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലുള്ള ഒരു സെൽഫിയാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ലെവൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ലെവൽ നല്ലോണം തന്നെയുണ്ട്. ഷാർപ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. സെൽഫി ക്യാമറ നമുക്ക് ലോ ലൈറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് കൂടി നോക്കണം. ഇതൊരു ലോ ലൈറ്റ് ഇമേജ് ആണ്. സെയിം സിറ്റുവേഷൻ, ലോ ലൈറ്റ് സിറ്റുവേഷൻ നമ്മൾ നേരത്തെ റിയർ ക്യാമറ കണ്ട അതേ സിറ്റുവേഷനാണ്. നല്ലൊരു പെർഫോമൻസ്, ബ്യൂട്ടിഫിക്കേഷനും പോർട്രേറ്റ് മോഡും ഒക്കെ കൊടുത്താലും അതൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളും ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. യാതൊരു ഇഷ്യൂസും അതിൻ്റെ ഭാഗത്തില്ല. അപ്പോൾ ഇമേജ് സാമ്പിളുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ്. ആദ്യം തന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം ശ്രദ്ധിക്കാം. വീഡിയോ ഷേക്ക് ആവുന്നുണ്ടോയെന്ന് നോക്കുക. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും നമുക്കിതിൽ EIS നമുക്ക് കിട്ടുന്നുണ്ട്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണുള്ളത്. അപ്പോൾ നല്ലൊരു സ്മൂത്തായ വീഡിയോ ആണ്. വല്ലാതെ ഒന്നും ഷേക്ക് ആവുന്നില്ല. ചെറിയൊരു ഷേക്ക് ഉണ്ടെങ്കിലും അതൊന്നും വലിയ ഇഷ്യൂ അല്ല. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഷേക്ക് ഇല്ലാത്ത ഒരു വീഡിയോ എടുക്കാൻ ഈ ഒരു ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ EIS എന്ന് പറയുന്ന സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളും ഉണ്ട്. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റുപാടുള്ള സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ, ആ ബിൽഡിംഗ് ഒക്കെ നോക്കിയാൽ നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ലെവലിലും ക്വാളിറ്റിയിലും ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നല്ല ഷേക്ക് ആവാത്ത സ്റ്റെബിലൈസേഷനുള്ള, നല്ല ക്വാളിറ്റിയുള്ള, ഡീറ്റെയിൽസ് ലെവലൊക്കെ ഉള്ള നല്ലൊരു ക്യാമറ ഫുട്ടേജാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ രണ്ട് ചാൻസ് ഉള്ള ഒരു കാര്യമുള്ളൂ. അതായത് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ചെടികളാണ്. ആ ചെടികളൊക്കെ നോർമലായ കളറുകൾ വിട്ട് കുറച്ചും കൂടി ഒന്ന് കളർ ബൂസ്റ്റ് ചെയ്താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ചെടികളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രോമ ബൂസ്റ്റ് പോലത്തെ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി എന്ത് കളർ ബൂസ്റ്റാണ്, ആ AIS സീൻ റെക്കഗ്നിഷനിലൂടെ ചെയ്യുന്നതാണോ, എന്തായാലും ചെറുതായിട്ട് കളർ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ചിലർക്ക് ഈ ഒരു ബൂസ്റ്റിംഗ് ഇഷ്ടമാണ്, ചിലർക്ക് ഇത് ഇഷ്ടമല്ലാതെയും വരാം. അപ്പോൾ അത് പേഴ്സണലായിട്ട് ചിന്തിച്ച് തീരുമാനിക്കുക. ആ ഒരു കാര്യം മാത്രമാണ് ഇവിടെ കൺഫ്യൂഷനുള്ളൂ. ബാക്കി ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൻ്റെ ഫുൾ HD വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇനി 4K, ഇപ്പോൾ നമ്മൾ കാണുന്നത് 4K ആണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാം. നല്ല ഷേക്കി ആയ ഒരു ഫുട്ടേജ് തന്നെയാണ്. അപ്പോൾ സ്റ്റെബിലൈസേഷൻ ഇല്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാച്ചുറേഷൻ ലെവൽ നമുക്ക് ഇവിടെയും കാണാം. ലേശം കൂടുതലാണ്. പക്ഷേ എങ്കിലും അത് ഈ പറഞ്ഞ പോലെ രണ്ട് ചാൻസ് ഉണ്ട്. ഇഷ്ടപ്പെടാനും പെടാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡൈനാമിക് റേഞ്ചും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഒക്കെ നോക്കിയാൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് വേണമെങ്കിൽ ഒരു 4K ക്യാമറയായിട്ടും ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലൊക്കെ നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. സോ ടോട്ടലി 4Kയുടെ കാര്യത്തിലായാലും ഫുൾ HDയുടെ കാര്യത്തിലായാലും നമുക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. 4Kയിലേക്ക് വരുമ്പോൾ EIS ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും രണ്ട് ഫുട്ടേജുകളും ഈ ഒരു മെയിൻ ക്യാമറ സോണി IMX586 അടങ്ങുന്ന മെയിൻ ക്യാമറ സെറ്റപ്പ് നല്ലൊരു ക്വാളിറ്റിയാണ് വീഡിയോ ക്യാമറയുടെ കാര്യത്തിലും നമുക്ക് തരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സെൽഫി ക്യാമറയുടെ ഒരു ക്വാളിറ്റിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സൗണ്ട് റെക്കോർഡിംഗ് കൂടി ഒന്ന് കേട്ട് മനസ്സിലാക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ. അതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റിയും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഓഡിയോ ക്വാളിറ്റി കേട്ട് മനസ്സിലാക്കാൻ എന്തായാലും നല്ല ക്രൗഡാണ്. നമ്മൾ ഹൈവേയുടെ സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം ഉണ്ടാവും എന്ന് തോന്നുന്നു. ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ. തന്നെ റിയൽമി എക്സിലെ നല്ല ഫ്രണ്ട് ക്യാമറയാണ്. സെൽഫി ക്യാമറ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഡീറ്റെയിൽസ് ലെവലുണ്ട്. നല്ല ഓഡിയോ ക്വാളിറ്റി ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്രണ്ട് ക്യാമറയ്ക്ക് വല്ല സ്റ്റെബിലൈസേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റെബിലൈസേഷൻ്റെ ഒരു ലെവല്.
ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഉള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു സ്റ്റെബിലൈസേഷൻ ആണെങ്കിലും ചെറിയൊരു സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ ക്വാളിറ്റി, ഒരു ഫുട്ടേജിൻ്റെയൊക്കെ ഒരു വീഡിയോ ക്വാളിറ്റി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ലോ ലൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു ബിൽഡിംഗ് ഒക്കെ ഷൂട്ട് ചെയ്താൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി. നോയ്സൊക്കെ ഉണ്ടായിരിക്കും, എങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നോയ്സ് എല്ലാ ക്യാമറയ്ക്കും വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. അത്യാവശ്യമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരു ലൈറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ് ഈ സോണി IMX 586 സെൻസർ അടങ്ങുന്ന ഈ പറയുന്ന 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ. അപ്പോൾ നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ്, അത്യാവശ്യം യൂസബിൾ ആയ ലൈറ്റ്, കുറച്ചൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തരുന്ന ഒരു ക്യാമറയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ. സെൽഫി ക്യാമറയും അതേപോലെ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, തീരെ ലൈറ്റ് ഇല്ലെങ്കിൽ നോയ്സിയാണ്, കംപ്ലീറ്റ് നോയ്സിയാണ്. പക്ഷേ കുറച്ച് ലൈറ്റ് വന്നാൽ കണ്ട പോലെ ഒരു വണ്ടി പോയതിൻ്റെ ഒരു ലൈറ്റാണ് നമ്മുടെ ഫേസിലേക്ക് വന്നത്. ആ ഒരു സമയത്ത് നല്ല ഡീറ്റെയിൽസ് ലെവലും ക്വാളിറ്റിയുമുള്ള ഫുട്ടേജാണ്. അപ്പോൾ ലൈറ്റ് കുറച്ചൊക്കെ അവൈലബിൾ ആയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഫുട്ടേജുകൾ എടുക്കാൻ സാധിക്കുന്ന ഒരു നല്ല സെൽഫി ക്യാമറയാണ് ഇതിനകത്തുള്ളത്. വീണ്ടും നിങ്ങൾക്ക് കാണാം, ലൈറ്റ് വരുമ്പോൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടും. ഇനി സ്ലോ മോഷൻ, നമ്മളിത് HD എടുത്തിരിക്കുന്നത്. സ്ലോ മോഷൻ്റെ ലെവൽ നിങ്ങൾക്ക് നോക്കാം. HD നമുക്ക് 240 ഫ്രെയിം പെർ സെക്കൻഡ് കിട്ടുക. ഫുൾ HD 120 കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് 720 വീണ്ടും 960 വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ജസ്റ്റ് നടുവിലായി 240 ഫ്രെയിം പെർ സെക്കൻഡാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഷാർപ്പായ ഒരു നല്ല ഫുട്ടേജ് തന്നെയാണ് നമുക്ക് ഈ സ്ലോ മോഷൻ്റെ കാര്യത്തിൽ കിട്ടുന്നത്. നല്ലൊരു സ്ലോ മോഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം, ആ വണ്ടിയൊക്കെ നല്ലോണം 240 ഫ്രെയിം പെർ സെക്കൻഡ് വളരെ സ്മൂത്തായിട്ട് സ്ലോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാമറ റിവ്യൂ കണ്ടു കഴിഞ്ഞു. അതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലായത് Realme X എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ ക്യാമറ നല്ല മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും നല്ല ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം, ഒരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നിയത്, നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങുമ്പോൾ നമുക്ക് സാച്ചുറേഷൻ ലെവൽ സ്വല്പം കൂടുന്നതായിട്ട് കാണാം. വലിയൊരു നെഗറ്റീവ് അല്ല, പലർക്കും സാച്ചുറേഷൻ ലെവൽ കൂടിയ ഒരു വീഡിയോസ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിലും അവിടെ അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ട്. ക്രോമ ബൂസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. എന്നിട്ടും ഒരു ചെറിയ സാച്ചുറേഷൻ ലെവൽ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യുള്ളൂ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എന്താ ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം, വേണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഈ ഒരു റിവ്യൂവിനെ കുറിച്ചും ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.